ഹായ് കൊച്ചുമക്കളെ, ഇന്നൊരു കള്ളൻ്റെ കഥ പറഞ്ഞു തരാം. കർഷകനായ ഒരു കള്ളൻ്റെ കഥ. പണ്ട് പണ്ട് ഒരു രാജ്യത്ത് ഒരു പാവപ്പെട്ട കർഷകൻ താമസിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ അസുഖം ബാധിച്ച് കിടപ്പിലായി. അദ്ദേഹത്തിൻ്റെ കൃഷിയെല്ലാം നശിച്ചുപോയി. ജീവിക്കാൻ വഴിയില്ലാതായി. അദ്ദേഹം കക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആ രാജകൊട്ടാരത്തിലേക്ക് കക്കാൻ പോകാൻ തീരുമാനിച്ച ദിവസം താടി വെച്ചൊരു മനുഷ്യൻ അതുവഴി വന്നു. കർഷകനോട് ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ ഇന്ന് രാത്രി ഈ രാജകൊട്ടാരത്തിലേക്ക് കക്കാൻ പോകുന്നു. ഒരു കള്ളൻ കക്കാൻ പോകുന്നു എന്ന് പറയുകയോ? അങ്ങനെയാണെങ്കിൽ ഈ കള്ളൻ ഒരു പാവമാണ്. നിവൃത്തി കേടുകൊണ്ടായിരിക്കും കക്കാൻ പോകുന്നത്. താടിക്കാരന് മനസ്സിലായി. താടിക്കാരൻ പറയും, എങ്കിൽ ആ കൊട്ടാരത്തിൽ 3 രത്നങ്ങളുണ്ട്, ഞാൻ കണ്ടതാണ്. ഭടന്മാരെ പേടിച്ച് ഞാനത് എടുത്തില്ല. ഒരു കാര്യം ചെയ്യൂ, ആ 3 ഒരെണ്ണം എനിക്ക് തരൂ, 2 നീ കട്ടോളൂ. താടിക്കാരൻ നമ്മുടെ കർഷകനോട് പറയും. അങ്ങനെ അന്ന് രാത്രി നമ്മുടെ കർഷകനായ കള്ളൻ കൊട്ടാരത്തിലെത്തി 2 രത്നം മോഷ്ടിച്ചു. ഒരെണ്ണം താടിക്കാരന് കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ 2 എടുത്തുള്ളൂ. എൻ്റെ ഭാര്യയുടെ അസുഖം മാറുക എന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. പിന്നെ കുറച്ച് കഞ്ഞി വയ്ക്കാനുള്ള അരിയും വാങ്ങണം. എനിക്കിത് ധാരാളം മതി. അതിന് എൻ്റെ ചോർന്നൊലിക്കുന്ന പുരയൊന്ന് നേരാക്കുകയും വേണം. ഞാൻ എത്രയോ ആളുകളോട് ചോദിച്ചു, 5 പൈസ എനിക്ക് ആരും തന്നില്ല. തരാം എന്ന് പറയുകയല്ലാതെ ആരും എനിക്ക് തന്നില്ല. എന്തായാലും നല്ലവനായ താടിക്കാരാ, അങ്ങേക്ക് നന്ദി ഇത് പറഞ്ഞു തന്നതിന്. 1 രത്നം താടിക്കാരന് കൊടുത്തിട്ട് കർഷകൻ വീട്ടിലേക്ക് പോയി. കർഷകന് കുറ്റബോധം ഇങ്ങനെ വരാൻ തുടങ്ങി. ജീവിതത്തിൽ ഒരിക്കലും മോഷ്ടിക്കരുതെന്ന് പറഞ്ഞു തന്ന അമ്മയെ ഓർത്തു. ഒരിക്കലും ആരുടെയും 1 രൂപയ്ക്ക് പോലും പോകാതെ അധ്വാനിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞ അച്ഛനെയും ഓർത്തു. അധ്വാനിയായ അച്ഛനെയും ഓർത്ത് സങ്കടം വന്നിട്ട് കർഷകൻ ഇങ്ങനെ ആ രത്നത്തെ നോക്കി ഇരുന്നു. ഭാര്യ പറയും, സാരമില്ല, നിങ്ങൾക്ക് നിവൃത്തി കേടുകൊണ്ടല്ലേ, നിങ്ങളത് നാളെ കൊണ്ടുപോയി രാജകൊട്ടാരത്തിൽ തന്നെ കൊടുക്കൂ. എന്നിട്ട് പറയൂ, എനിക്ക് ഇങ്ങനെയൊക്കെ കഷ്ടപ്പാട് വന്നിട്ടാണ് ഞാനിത് എടുത്തത്, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് രാജാവിൻ്റെ കാല് പിടിക്കൂ. നമുക്ക് മോഷ്ടിക്കപ്പെട്ട മുതൽ വേണ്ട, നമുക്ക് ദൈവം എന്തെങ്കിലും മറ്റൊരു വഴി തരും. ഭാര്യ ഈ കർഷകനോട് പറഞ്ഞ് ആശ്വസിപ്പിക്കും. പിറ്റേ ദിവസം ഈ കർഷകൻ വാതിൽ തുറക്കുകയാണ് വീടിൻ്റെ. അപ്പം മുന്നിലതാ താടിക്കാരൻ. നീ ഇന്ന് രാജകൊട്ടാരത്തിലേക്ക് വരണം. ഞാൻ ഈ രാജ്യത്തെ രാജാവാണ്. ഞാൻ എൻ്റെ പ്രജകൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നറിയാൻ വേഷം മാറി കുതിരപ്പുറത്ത് വന്നതാണ്. അപ്പോഴാണ് നിന്നെ കണ്ടുമുട്ടിയത്. നിന്നെപ്പോലെ അനേകം പേര് ഈ രാജ്യത്ത് കഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. നിന്റെ എല്ലാ കഷ്ടപ്പാടിനും ഒരു അവസാനമുണ്ടാവും. ആ 3 രത്നങ്ങളിൽ 1 രത്നം കാണാനില്ല. എൻ്റെ മന്ത്രിയോട് ഞാൻ പറഞ്ഞു, രത്നം എവിടെയെന്ന് പോയി അന്വേഷിക്കാൻ. അവൻ പോയി നോക്കിയപ്പോൾ രത്നം കാണാനില്ല, മോഷ്ടിക്കപ്പെട്ടു എന്ന് എന്നോട് പറഞ്ഞു. 1 രത്നം അതിൽ ഉള്ളിലില്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ മന്ത്രി പറഞ്ഞു, അതിൻ്റെ ഉള്ളിൽ 1 രത്നവും ഇല്ലാന്ന്. ആ 3ാമത്തെ രത്നം എൻ്റെ മന്ത്രി മോഷ്ടിച്ചു. കള്ളനായ മന്ത്രിയെയും എനിക്ക് മനസ്സിലായി. നിങ്ങളെല്ലാവർക്കും ഞാൻ തന്നുവിടുന്ന ആഹാര സാധനങ്ങളും വസ്ത്രങ്ങളും മറ്റും മന്ത്രിയായിരുന്നു മോഷ്ടിച്ചെടുത്തത്. അതും ഞാൻ നീ മൂലം കണ്ടുപിടിച്ചു. ഇന്നു മുതൽ നിന്റെ ജീവിതം സുന്ദരമായിരിക്കും. നിനക്ക് വേണ്ട എല്ലാ സഹായവും ഞാൻ ചെയ്തിരിക്കും. രാജാവ് കർഷകനെ അഭിനന്ദിച്ചു. അത് കണ്ട് കർഷകൻ്റെ ഭാര്യയുടെ കണ്ണിക്കൂടെ വെള്ളത്തുള്ളികൾ ഇങ്ങനെ ഒഴുകി. അന്നു മുതൽ ആ കർഷകൻ സുന്ദരമായി സുഖമായി രാജാവിൻ്റെ സഹായത്താൽ ജീവിച്ചു. ഹായ് കൊച്ചുമക്കളെ, ഇതൊരു നാടോടി കഥയാണെങ്കിലും ഇതിൽ വലിയൊരു ഗുണപാഠമാണ് ഒളിച്ചു കിടക്കുന്നത്. നമ്മൾ ആരുടെയും മോഷ്ടിക്കാൻ പാടില്ല. നമ്മൾ എത്ര കഷ്ടത്തിലായാലും ഒരാളുടെയും നമ്മൾ ഒരു സാധനവും മോഷ്ടിക്കാൻ പാടില്ല എന്നുള്ള വലിയ ഗുണപാഠമാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. മോഷ്ടിച്ച വസ്തു വീട്ടിൽ കൊണ്ടുവന്നിട്ട് പോലും അദ്ദേഹത്തിന് സമാധാനമുണ്ടായോ? ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ സമ്പാദിക്കുന്ന പൈസയിൽ നിന്നും ഒരു ഭാഗം നമ്മളെപ്പോഴും കരുതി വയ്ക്കുക. നമ്മുടെ വരവിനനുസരിച്ച് നമ്മൾ ചിലവാക്കി പഠിക്കുക. ജീവിതം രക്ഷപ്പെടും. കഥ ഇഷ്ടമായോ? കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത കഥയുമായി ഉടൻ വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം
ടീച്ചർ അമ്മ.